വീട്ടിൽ അച്ഛനമ്മമാരിൽ നിന്നും സ്കൂളിൽ അധ്യാപകരിൽ നിന്നും ആവശ്യത്തിന് അടികൊണ്ട് പഠിച്ചവരാണ് മുതിർന്ന ആളുകൾ. നമ്മളൊക്കെ അങ്ങനെ പഠിച്ചവരാണ്. എന്നാൽ ഇന്ന് നമ്മളാരും കുട്ടികളെ തല്ലാറില്ല. വിദ്യാലയത്തിലും കുട്ടികളെ തല്ലാറില്ല. എന്താ കാരണം? നല്ലവണ്ണം തല്ലുകൊടുത്ത് പഠിപ്പിക്കണമെന്ന് രക്ഷകർത്താക്കൾ അധ്യാപകരോട് ശുപാർശ ചെയ്യുമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇന്ന് രക്ഷകർത്താക്കൾ അങ്ങനെ ശുപാർശ ചെയ്യുന്നുമില്ല, അധ്യാപകർ കുട്ടികളെ തല്ലുന്നുമില്ല. എന്തുകൊണ്ട് ഈ മാറ്റം വന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിച്ചുകൂടെ? ആയിരത്തി 1924 കുട്ടികളെ സംബന്ധിച്ച് ജനീവയിൽ ലോകരാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു സമ്മേളനം നടത്തി. കുട്ടികളെ തല്ലുന്ന കാര്യം മാത്രമല്ല, ശൈശവ വിവാഹം, ബാലവേല, എന്തെല്ലാം ക്രൂരതകൾ കുട്ടികൾ സഹിക്കേണ്ടി വന്നിരുന്നു. ഇന്ത്യയിലെന്നല്ല, ലോകത്തെല്ലായിടത്തും അങ്ങനെയായിരുന്നു. അത് മനസ്സിലാക്കിയ വികസിത രാജ്യങ്ങളിലെ വിദ്യാസമ്പന്നരായ ആളുകൾ, ഇന്ത്യയിൽ ആർക്കും അത് ഒരു പ്രശ്നമായിട്ട് അന്ന് തോന്നിയിരുന്നില്ല. 1924 ഇന്ത്യയിലെ കുട്ടികളുടെ അവസ്ഥയൊന്നും പറയണ്ട, അത്രയ്ക്ക് ദയനീയമായിരുന്നു. പക്ഷെ വികസിത രാജ്യങ്ങളിലെ വിദ്യാസമ്പന്നരായ ആളുകൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ 1924 ഈ വികസിത രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകൾ ചേർന്നാണ് ജനീവയിൽ സമ്മേളിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ഒരു കരാറുണ്ടാക്കി. അവരെ ഉപദ്രവിക്കരുതെന്നും ഉൾപ്പെടെയുള്ള അവരുടെ പഠനങ്ങൾ സംബന്ധിച്ച് പല കാര്യങ്ങളും ചേർന്നൊരു കരാറാണ്. 1959 ആയപ്പോൾ ആ കരാറുണ്ടാക്കിയെങ്കിലും പിന്നീടൊന്നും നടന്നില്ല. 1959 ആയപ്പോൾ UN ജനറൽ അസംബ്ലി കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ചൊരു പ്രഖ്യാപനം നടത്തി. കുട്ടികൾ വ്യക്തികളാണ്, മുതിർന്നവരെ പോലെ തന്നെയാണ് കുട്ടികളും. അവർക്ക് ചില അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ നമ്മൾ അംഗീകരിക്കണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. വീണ്ടും കുറേ കാലം കഴിഞ്ഞു. 89 ആയപ്പോൾ, 30 കൊല്ലം കൂടെ കഴിഞ്ഞ് 89 ആയപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച UN പ്രഖ്യാപനം തന്നെ വന്നു. അതിൽ 142 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഇന്ത്യ അതിൽ ഏറ്റവും ഒടുവിലാണ് ഒപ്പുവെച്ചത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. 142 രാജ്യങ്ങൾ കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച UN പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിൽ ഏറ്റവും ഒടുവിൽ ഒപ്പുവെച്ചത് നമ്മുടെ ഇന്ത്യ രാജ്യമായിരുന്നു. അതിൽ 52 ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 12 അനുസരിച്ച് തങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതൊരു വലിയ പ്രഖ്യാപനമാണ്. മുമ്പ് സാധാരണ പള്ളിക്കൂടങ്ങളിൽ അധ്യാപകർ കുട്ടികളെ കളിയാക്കുമായിരുന്നു, തല്ലുന്നത് കൂടാതെ നിശിതമായി കളിയാക്കുമായിരുന്നു. കാരണം അത് കുട്ടിയല്ലേ കുട്ടി കരയുകയോ ചിരിക്കുകയോ, കുട്ടി കരയുന്നത് കണ്ടാലും അധ്യാപകർ ചിരിക്കുമായിരുന്നു. എന്നാൽ കുട്ടികൾ മുതിർന്നവരെ പോലെ തന്നെയാണ്. അവർക്ക് വ്യക്തിത്വമുണ്ട്, അവർക്ക് അഭിമാനമുണ്ട്, നമുക്കുള്ളതുപോലെ തന്നെ ആത്മാഭിമാനം അവർക്കുമുണ്ട്. അതുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നമ്മൾ മാനിക്കണം എന്ന് UN പ്രഖ്യാപനം ഉണ്ടായി. ആർട്ടിക്കിൾ 12 അനുസരിച്ച് തങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് അഭിപ്രായം പറയാം. നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. 5ാം ക്ലാസ്സിലൊരു കുട്ടിയെ LPS നിന്ന് UPS ചേർക്കുന്നു. ആ കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയം പള്ളിക്കൂടത്തിൽ ചേർക്കണമോ മലയാളം മീഡിയം പള്ളിക്കൂടത്തിൽ ചേർക്കണമോ എന്ന് നമ്മുടെ നാട്ടിൽ നിശ്ചയിക്കുന്ന രക്ഷകർത്താവാണ്. കുട്ടിക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്നത് ഇഷ്ടമില്ലെന്നിരിക്കും, അവൻ മലയാളം മതിയെന്ന് പറയും. പക്ഷേ അച്ഛന് ആഗ്രഹം അല്ലെങ്കിൽ അമ്മയ്ക്ക് ആഗ്രഹം അവനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കണമെന്നാണ്. നമ്മുടെ നാട്ടിൽ അതേ നടക്കൂ. പക്ഷേ വികസിത രാജ്യങ്ങളിൽ അത് നടക്കില്ല. കുട്ടിയുടെ അഭിപ്രായം എന്തോ അതേ നടക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ ജനീവ കരാറിൽ എത്തിച്ചേർന്നത് എന്നുകൂടി നമ്മൾ ഒന്നറിയണം. നമ്മുടെ രാജ്യത്തെ ഒരു ഉദാഹരണം എടുക്കാം. ലോകരാജ്യങ്ങളിൽ പലയിടത്തും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന ഒരു വാർത്ത, 5-6 കൊല്ലത്തിന് മുമ്പ് മറ്റോ ആണ്, വാരിസ് ഡേരി എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ കഥ. ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത്, ആഫ്രിക്കയിലെ രാജ്യത്ത്
സുന്ദരിയായ ഒരു ആഫ്രിക്കൻ പെൺകുട്ടിയെ അവളുടെ മുത്തച്ഛൻ ഒരു അറബിക്ക് വിറ്റിട്ട് 3 ഒട്ടകത്തെ വാങ്ങി. ഈ കുട്ടിക്ക് എന്നാൽ 13-12 വയസ്സേ പ്രായമുള്ളൂ. ഈ കുട്ടിയെ കൊടുത്ത് ഒരു വൃദ്ധന് കൊടുത്തിട്ട് 3 ഒട്ടകം വാങ്ങി. അന്ന് രാത്രി ആ പെൺകുട്ടി ഓടി ഓടി അവിടെ നിന്ന് കാട്ടിൽ കൂടെയൊക്കെ ഓടുകയും രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത് എവിടെയോ ഉള്ള അവളുടെ ബന്ധുവിൻ്റെ വീട്ടിലെത്തുകയും പിന്നീടെന്നോ അവൾ ലോകസുന്ദരി പട്ടം വാങ്ങുകയും മോഡലാവുകയും അങ്ങനെയൊക്കെ നടന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ വിൽക്കുന്ന രീതി വരെ അവിടെ ഉണ്ടായിരുന്നു. ഈ 89 കൽക്കത്ത ചൈൽഡ് വൈഫ് മർഡർ കേസ് എന്നൊരു കേസുണ്ടായി. 1989 കൽക്കത്ത ചൈൽഡ് വൈഫ് മർഡർ കേസ്. കൽക്കത്തയിലെ ഫൂൽമണി എന്ന 10 വയസ്സായ ഒരു പെൺകുട്ടിയെ ഹരിമോഹൻ മൈറ്റി എന്ന 30 വയസ്സുകാരൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇന്നത് ചിന്തിക്കാൻ കഴിയില്ല, പക്ഷേ അന്ന് അങ്ങനെയൊക്കെയാണ്. 10 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, 10 വയസ്സിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതി. ആദ്യ രാത്രിയിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ലൈംഗിക അതിക്രമം താങ്ങാനുള്ള ശേഷിയില്ലാതെ ഈ കുട്ടി മരണപ്പെട്ടു. കൽക്കത്ത ചൈൽഡ് വൈഫ് മർഡർ കേസ് എന്നൊരു കേസുമുണ്ടായി. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും നിയമ പഠന സിലബസിൽ കേസ് സ്റ്റഡിയിൽ ഈ കൽക്കത്ത അവിടെ നടന്ന ഈ ചൈൽഡ് വൈഫ് മർഡർ കേസ് ഒരു കേസ് സ്റ്റഡിക്കുള്ള ഒരു വിഷയമായി നിൽപ്പുണ്ട്. അതേ വർഷം തന്നെ നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടുത്തെ സംഭവത്തിൽ 7 വയസ്സുള്ള കുട്ടിയാണ്. അന്നിവിടെ താലികെട്ട് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. താലികെട്ട് 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടിക്ക് താലി കെട്ടും. പെൺകുട്ടി ഋതുമതിയാകുന്നതിന് മുമ്പ് താലി കെട്ടണം, ഇല്ലെങ്കിൽ എന്തോ വലിയ അപകടം സംഭവിക്കുമെന്നാണ്. ഒരു പുരുഷൻ താലി കെട്ടണമെന്നേ ഉള്ളൂ, മറ്റു വ്യവസ്ഥയൊന്നുമില്ല. ഈ പുരുഷൻ താലി കെട്ടിയാൽ അവൻ 4 ദിവസം ഈ പെൺകുട്ടിയോടൊപ്പം കഴിയണം. ആ 4 ദിവസവും നാട്ടുകാർക്ക് മുഴുക്കെ സദ്യ നൽകണം. അങ്ങനെയൊക്കെ ആയിരുന്നു രീതി. 4 ദിവസം കഴിഞ്ഞ് അവന് പോകാം, അവന് കൂലി വാങ്ങിച്ചിട്ട് പോകാം. അവൻ്റെ കൂലി എന്ന് പറയുന്നത് ഒരു മുണ്ടും ഒരു തോർത്തും ആയിരിക്കും. ഈ നെയ്യാറ്റിൻകര നടന്ന സംഭവം കനകവല്ലി എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് കനോലി എന്നായിരുന്നു. 7 വയസ്സായ കനകവല്ലിയെ 26 വയസ്സായ കൊച്ചു നീലകണ്ഠൻ, കൊച്ചിയിലാണ്ടൻ എന്ന് വിളിക്കും, കൊച്ചു നീലാണ്ടൻ താലി കെട്ടി. 4 ദിവസം കൂടെ കഴിയണമല്ലോ. അടച്ചിട്ട മുറിയിൽ കഴിഞ്ഞു. മഴയുള്ള ഒരു രാത്രിയായിരുന്നു. നേരം വെളുത്ത് ഈ കുഞ്ഞിനെ അന്വേഷിച്ച് ചെന്ന് അമ്മ കണ്ടത് കനോലിയുടെ തണുത്ത് മരവിച്ച ശവശരീരമായിരുന്നു. ലൈംഗിക അതിക്രമം തന്നെ അവിടെ സംഭവിച്ചത്. 7 വയസ്സായ കുട്ടിയാണ്. കുട്ടി മരിച്ചു എന്ന് ബോധ്യമായപ്പോൾ കൊച്ചു നീലകണ്ഠൻ സ്ഥലം വിട്ടു. എവിടെയാണെന്നോ അയാളെ കുറിച്ച് പിന്നെ ആർക്കും ഒന്നും അറിയില്ല, അയാളെ പിന്നെ കണ്ടിട്ടേ ഇല്ല എന്നാണ് സംഭവം. നോക്ക്, എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. ഇത് മാത്രമല്ല ഭീകരത. ആ കുട്ടി മരിച്ചു, എന്നാൽ മരിക്കാത്ത കുട്ടികളും ഇതുപോലെ ഉള്ള ദുരിതത്തിലാണ്. കാരണം ഈ താലികെട്ട് കഴിഞ്ഞാൽ തൻ്റെ ജാതിയിൽ കുറയാത്ത ഏത് പുരുഷനുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഈ പെൺകുട്ടിക്ക് അവകാശമുണ്ട്. അന്നത്തെ നിയമമാണ്. ആരാ നിയമം ഉണ്ടാക്കിയത്? നിയമം ഉണ്ടാക്കുന്നതൊക്കെ ബ്രാഹ്മണരും രാജാവും കൂടെ ഇല്ലേ? അല്ലെങ്കിൽ ബ്രാഹ്മണർ നിയമം ഉണ്ടാക്കി പറഞ്ഞു രാജാവിനെ ഏൽപ്പിക്കുന്നു, നാട്ടുപ്രഭുക്കന്മാർ നിയമം ഉണ്ടാക്കുന്നു. നിയമം എങ്ങനെയാണ്? താലികെട്ട് കഴിഞ്ഞാൽ തൻ്റെ ജാതിയിൽ താഴെയല്ലാത്ത ആരുമായിട്ടും അവൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഗുണഭോക്താവാരെന്ന് നോക്കണം. ഒരു നായർ പെൺകുട്ടിക്ക് താലികെട്ട് നടത്തി. അതിൻ്റെ ഗുണഭോക്താവ് നായന്മാരും ബ്രാഹ്മണരും. ഒരു ഈഴവ കുട്ടിക്ക് താലികെട്ട് നടത്തി. ഗുണഭോക്താവ് ഈഴവരും നായന്മാരും ബ്രാഹ്മണരും. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഇത് ചെറുക്കപ്പെടേണ്ട കാര്യമല്ലേ? 1517 ഇതൊന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. 1517 ബാർബോസ എന്ന ഒരു വിദേശ സഞ്ചാരി നമ്മുടെ നാട്ടിൽ വന്ന് ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്നിപ്പോൾ ലോകം മുഴുവൻ ഈ വാർത്ത അറിയാം, നമ്മുടെ നാട്ടിലെ കുട്ടികളെ എങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. 1913 ശേഷവും കെട്ടുകല്യാണം തുറന്നുകൊണ്ടിരുന്നു എന്നതാണ് സങ്കടകരമായ അവസ്ഥ. എന്താ ഈ 1903 SNDP യോഗം ഉണ്ടായി. 1888 അരിവിപ്പുറം പ്രതിഷ്ഠ നടത്തി. 1903 SNDP യോഗം ഉണ്ടായി.
ഈ അനാചാരങ്ങൾക്കെതിരെ നാരായണ ഗുരു ഇടപെട്ടു, പലതും ചെയ്തു. പക്ഷേ 1913 കരിങ്കുളത്ത് അത്യാർഭാടപൂർവ്വം ഒരു താലികെട്ട് കല്യാണം നടത്താൻ നിശ്ചയിച്ചിരുന്നു ഒരു ഈഴവൻ്റെ വീട്ടിൽ, ധനിയൻ്റെ വീട്ടിൽ. നാരായണ ഗുരു നേരിട്ട് ചെന്നിടപെട്ട് തലേ ദിവസം ഈ താലികെട്ട് വിലക്കി. നാട്ടുകാർക്ക് മുഴുക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന സദ്യയൊക്കെ എന്ത് ചെയ്തെന്നറിയില്ല. എന്തായാലും താലികെട്ട് നടന്നില്ല, താലികെട്ട് വിലക്കി. നോക്ക്, 1989 ഈ UN പ്രഖ്യാപനം വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ അധ്യാപകർ മാറി ചിന്തിക്കില്ലായിരുന്നു. നമ്മുടെ ആ UN പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഗവൺമെൻറ് കർശനമായ നിയമ നടപടികളിലേക്ക് കടന്നത്. കുട്ടികളെ തല്ലുന്നത് ക്രിമിനൽ കുറ്റമായി മാറിയത് അതിനുശേഷമാണ്. ശിശുവിവാഹങ്ങൾ കർശനമായി നിരോധിച്ചത്. പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ കേരളത്തിലേ ഉള്ളൂ എന്ന് ഓർക്കണം. കേരളത്തിന് പുറത്ത് കുട്ടികളുണ്ട്, പക്ഷെ അവർക്കവിടെ പള്ളിക്കൂടങ്ങളില്ല. അവിടെ ശിശുവിവാഹങ്ങൾ സാർവത്രികമായി നടക്കാറുണ്ട്. പരാതിപ്പെടാൻ അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ല. ഒരു ജില്ലയിൽ ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനായിരിക്കും കാണുക, ഒരു ജില്ലയിൽ 2-3 പള്ളിക്കൂടമായിരിക്കും കാണുക. അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ ബാലവേല ചെയ്യുന്നു. നെയ്ത്തുശാലകളിലും പടക്ക നിർമ്മാണശാലകളിലും തീപ്പെട്ടി കമ്പനികളിലും കിടന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും നിറയെ അതിനനുഭവിക്കുമ്പോൾ കേരളത്തിലെ കുട്ടികൾ UN പ്രഖ്യാപനത്തിൻ്റെ അന്തസത്തയ്ക്കനുസരിച്ച് സാമാന്യം അന്തസ്സായി ജീവിക്കുന്നൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്.